തിരുവനന്തപുരത്ത് 16 വയസ്സുകാരനെ വീട്ടിൽ കയറി മർദ്ദിച്ച നെടുമങ്ങാട് എസ്ഐക്കെതിരെ നടപടി. എസ്ഐയെ എസ്പിയുടെ ഡാൻസ് ഓഫ് ടീമിലേക്ക് മാറ്റി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. സംഭവത്തിൽ എസ്പി വിശദമായ റിപ്പോർട്ട് തേടി. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം. സുനിഷ അയ്യല്ലൂർ, 16-കാരനെ മർദ്ദിച്ചത് മാത്രമല്ല, 16-കാരൻ ആ കുറ്റത്തിൽ പ്രതിയാണ് എന്ന രീതിയിൽ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എസ്ഐ. ഇപ്പോൾ ഉചിതമായ നടപടിയിലേക്ക് കടക്കുകയാണോ വകുപ്പ്? അതെ സുജയ, അങ്ങനത്തെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരമൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ 16 വയസ്സുകാരൻ്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. റൂറൽ എസ് പിക്കും ഒപ്പം തന്നെ നെടുമങ്ങാട് CIക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. പ്രധാനപ്പെട്ട കാര്യം സുജയ പറഞ്ഞതുപോലെ തന്നെ കുറ്റം ചെയ്യാതെ ഇയാളാണ് കുറ്റക്കാരൻ എന്ന് കരുതി ഒരു CCTV ദൃശ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 16-കാരനെ വീട്ടിലേക്ക് കയറിപ്പോവുകയും ഇയാളെ അസഭ്യം പറയുകയും മർദ്ദിച്ചു എന്ന ആരോപണം ഉയരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സന്ദർഭം ഉണ്ടാക്കിയ പശ്ചാത്തലം അത് എന്ത് എന്ന പോലീസിന്റെ നേതൃത്വത്തിൽ പ്രാഥമികമായി അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിലാണ് വീട്ടുകാർക്ക് ഈ 16 വയസ്സുകാരന് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ഈ SIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. നെടുമങ്ങാട് SI ആയിട്ടുള്ള ഓസ്റ്റിനെ ഈ ചുമതലയിൽ നിന്നും റൂറൽ SPയുടെ ഡാൻസ് ഓഫ് ടീമിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റൂറൽ SP കൃത്യമായൊരു റിപ്പോർട്ട് നൽകാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചത്, എവിടെയാണ് പിഴവ് പറ്റിയത്, എന്താണ് ഉദ്യോഗസ്ഥന് ഇതിൽ വിശദീകരിക്കാനുള്ളത് തുടങ്ങി മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നം ഈ പോലീസിന്റെ നടപടിയുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ന് കുട്ടിയുമായി ചൈൽഡ് ലൈനിൽ എത്തുകയും ചൈൽഡ് ലൈൻ പ്രവർത്തകർ പറഞ്ഞ് ചില കൗൺസിലിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാരണം പൊതുവെ ഇത്തരത്തിൽ കഞ്ചാവ് കേസിൽ പെടുത്തുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പോലീസ് വീട്ടിൽ നിന്നും പോയത്. അതുകൊണ്ട് തന്നെ പൊതുവെ നാട്ടിന് പുറത്തിറങ്ങിയാലും സ്കൂളിലേക്ക് പോകുമ്പോഴും അത്തരത്തിൽ കഞ്ചാവ് കേസിലെ പ്രതി അല്ലെങ്കിൽ വാഹനമോഷണ കേസിലെ പ്രതി എന്ന് പറഞ്ഞ് കുട്ടികൾ കളിയാക്കുന്നു, കൂടെയുള്ളവർ കളിയാക്കുന്നു. അത്തരത്തിലൊരു നോട്ടം പോലും ഉണ്ടാകുന്നു എന്നതാണ് ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നമായി പറയുന്നത്. അതുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ മടിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ കുടുംബം തന്നെ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇങ്ങനെയൊരു കേസ് അതിന്മേലുള്ള അന്വേഷണം നടത്തുമ്പോൾ പ്രാഥമികമായി വിവരശേഖരണങ്ങൾ നടത്തി അതിനനുസരിച്ചാണോ ആ വീട്ടിലേക്ക് കയറി ചെന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ബാക്കിയാണ്. എന്തായാലും ഇപ്പോൾ നടപടിയിലേക്ക് വകുപ്പ് കടന്നിരിക്കുകയാണ്. ഉചിതമായ രീതിയിലുള്ള തുടർ നടപടികളും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സുനിഷ അയ്യല്ലൂർ.